ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ വേദപുസ്തക വായനയ്ക്കും ധ്യാനത്തിനുമായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഇത്. യെരുശലേം പട്ടണത്തിലെ ആടുകളുടെ വാതിലിന് അടുത്തുണ്ടായിരുന്ന ഒരു കുളമായിരുന്നു ബെഥേസ്ദ എന്നത്. ബേത്ത് എന്നും ഹെസദ് എന്നും ഉള്ള 2 വാക്കുകൾ ചേർന്നാണ് ബെഥേസ്ദ എന്ന പദമുണ്ടായത്. ഈ പേരിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന ഈ കുളത്തിൽ ഇടവിട്ട് നിർഗമിക്കുന്ന നീരുറവയ്ക്ക് രോഗങ്ങളെ നീക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അതിനാൽ ഉറവ പൊട്ടിപ്പുറപ്പെടുമ്പോൾ വെള്ളം ഒരാൾ കലക്കുകയും രോഗികൾ തൽക്ഷണം ആ കുളത്തിലിറങ്ങി വെള്ളത്തിൽ മുങ്ങുകയും അതിലൂടെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ ഈ കുളക്കരയിലെ 38 വർഷം രോഗിയായിരുന്ന മനുഷ്യന് സൗഖ്യം ലഭിക്കുവാൻ യേശു കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ ആവശ്യമായി വരുന്നു. ഈ പകൽക്കാലം നമുക്ക് ബെഥേസ്ദ കുളക്കരയിലെ രോഗിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് തൻ്റെ ആവശ്യം വ്യക്തമായി പറയുന്ന വ്യക്തി. ഇവിടെ യേശു കർത്താവ് ആ രോഗിയായ മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം ഏറെ കാലമായി രോഗബാധിതനാകുന്നു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. എന്നാൽ യേശു കർത്താവ് ചോദിച്ചതിൻ്റെ ഉത്തരമല്ല രോഗിയായ വ്യക്തി അവിടെ പറയുന്നത്. അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല എന്ന്. ഈ രോഗിക്ക് കൂട്ടിരിപ്പുകാർ ആരുമില്ല എന്നത് ഒരു വാസ്തവമാണ്. മറ്റൊന്ന്, 38 വർഷം അദ്ദേഹം അവിടെ കിടന്നിട്ടും അദ്ദേഹത്തെ സഹായിക്കുവാനായി ആരും മുന്നോട്ട് വരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് അദ്ദേഹം യേശു കർത്താവിനോട് പറയുന്നത്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന്. മുൻഗണനാക്രമം എനിക്ക് നഷ്ടമായി പോകുന്നു. ആരുടെയും മനസ്സിലെ മുൻഗണനാക്രമത്തിൽ എത്തിപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന്. ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഏറെ നന്മകൾ ചെയ്തവനാകാം. എന്നാൽ ഇപ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ടവനായി രോഗക്കിടക്കയിൽ ആയിരിക്കുന്നു. യഹൂദ മതത്തിൻ്റെ ജലമാണ് അവിടെ ഒഴുകുന്നത്. എന്നാൽ ദീർഘവർഷങ്ങളായി അവിടെ കിടന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ ആ ജലത്തിനോ ദേവാലയത്തിലെ പ്രമാണികൾക്കോ ശബത്തിനോ എല്ലാ ദിവസവും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ സൗഖ്യത്തിനായി യേശു കർത്താവിന് ബെഥേസ്ദയിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ഇവിടെ യേശു കർത്താവ് അവന് മുൻഗണന നൽകുന്നു. യേശു കർത്താവ് അവനെ മനസ്സിലാക്കുന്നു. അവന് പറയാനുള്ളതെല്ലാം കേൾക്കുന്നു. അവന് ആവശ്യമായ സൗഖ്യവും നൽകുന്നു. നമുക്കും പറയാനുള്ളത്, പറയേണ്ട ഇടം, ആശ്രയിക്കേണ്ട ഇടം ഒന്നേ ഉള്ളൂ, അത് തമ്പുരാൻ്റെ മുന്നിലാണ്. രണ്ടാമതായിട്ട് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന വ്യക്തി. ഇവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, യേശുവിൻ്റെ വാക്കുകൾ അദ്ദേഹം അനുസരിക്കുന്നു. 2, കിടക്ക എടുക്കുന്നു. 3, നടക്കുന്നു. സൗഖ്യമായവന് എന്തിനാണ് പിന്നെ കിടക്ക? മറ്റുള്ളവർ കാണുകെ അതുവരെയും അവൻ്റെ സൗഖ്യത്തിന് തടസ്സമായി നിന്നവർക്കുള്ള മറുപടിയാണ് ഇത്. ഇവിടെ 10-11 വാക്യങ്ങളിൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇപ്രകാരം പറയുന്നു, ഇന്ന് ശബത്ത് ആകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന്. എന്നാൽ അവരോട് സൗഖ്യം പ്രാപിച്ചവൻ വളരെ ശക്തമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിരില്ലാതെ തൻ്റെ സന്തോഷം പങ്കുവെക്കുന്നവന് യേശു കർത്താവ് ഒരു താക്കീത് കൂടെ നൽകുന്നുണ്ട്. നോക്കൂ, സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന്. അങ്ങനെ ദേവാലയത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അവൻ തൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അനേക നന്മകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ആ സന്തോഷം പങ്കുവച്ചിട്ടുണ്ടോ? ഇനിയും നാം ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രം, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നീയാകുന്നുവല്ലോ. ലഭിച്ചവയ്ക്ക് നന്ദി അർപ്പിക്കുവാനും തിന്മയായത് ഞങ്ങളിൽ ഇനിയും ഉണ്ടാകാതിരിക്കുവാനും ഞങ്ങളെ കാക്കുകയും കരുതുകയും ചെയ്യണമേ. ആമേൻ.